വെൽക്കം ബാക്ക് ടു ഷാമീസ് കറിവേൾഡ്. ഇന്ന് ഞാൻ ഓണം സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരമുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. എന്താണെന്നല്ലേ, കിണ്ണത്തപ്പം. അപ്പോൾ സാധാരണ ഞാൻ ഒരുപാട് കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുക്കാം. അപ്പോൾ ഞാൻ പഞ്ചസാര ചേർത്തിട്ടാണ് കിണ്ണത്തപ്പം ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ശർക്കര വെച്ചിട്ട് കാണിക്കാമോ എന്ന്, അതുപോലെ തന്നെ മുട്ടയൊന്നും ഇടാതെ കാണിക്കാമോ എന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ ചെയ്ത് നോക്കി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല സ്പോഞ്ച് പോലെയുള്ള, വായിലിട്ട് അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള കിണ്ണത്തപ്പം എനിക്ക് കിട്ടി. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ശർക്കര വെച്ചിട്ടുള്ള കിണ്ണത്തപ്പം ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഈ കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓണാക്കി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് 1/4 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്ത് ഒരു 1/2 കപ്പാക്കി എടുക്കാം. എല്ലാവരും റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ശർക്കര ചേർത്ത് ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കണമെന്ന്, അതുപോലെ തന്നെ മുട്ട ചേർക്കാതെ ഉണ്ടാക്കി കാണിക്കാമെന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതൊന്ന് മെൽറ്റായി വരട്ടെ. നിങ്ങൾ ശർക്കര എടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ പൊടിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പൊടിച്ച് എടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അത് മെൽറ്റായി കിട്ടും. ശർക്കര പൊടിച്ച് എടുത്ത അളവാണ് ഞാൻ 1/4 കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ ഇതെല്ലാം നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് അരിച്ചൊഴിച്ച് ഇത് മാറ്റി വെക്കാം. ഇതിലോട്ട് അരിച്ചൊഴിക്കാം. അപ്പോൾ ഈ ശർക്കര നമുക്ക് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു മിക്സിയിലെ ജാർ എടുക്കുക. നമുക്ക് തേങ്ങാപ്പാലാണ് ആവശ്യം. ഞാനിവിടെ 1 കപ്പ് ആദ്യം എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് ആദ്യത്തെ പാൽ എടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പാല് വീണ്ടും 1 കപ്പ് ചേർത്ത് രണ്ടാമത്തെ പാൽ എടുക്കുക. അങ്ങനെ 2 കപ്പ് പാലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് 1-ാം പാല് എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ തേങ്ങ ജസ്റ്റ് ഒന്ന് അടിച്ച് എടുത്തിട്ടുണ്ട്. ഇത് അരിപ്പയിലോട്ട് അരിച്ചൊഴിക്കാം. കൈകൊണ്ട് നന്നായിട്ട് മുറുക്കി പിഴിഞ്ഞ് വേണം ഇതുപോലെ തേങ്ങ കൊത്തെടുക്കാൻ വേണ്ടിയിട്ട്. മുൻപത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തേങ്ങ ഫ്രീസറിൽ വെച്ചിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം ചൂടാക്കിയതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ അതാ 1-ാം പാല് ഞാൻ എടുത്തു. നമുക്ക് 2-ാം പാൽ എടുക്കണം. ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതാ രണ്ടാമത്തെ സ്റ്റെപ്പ്, ആ തേങ്ങാക്കൊത്ത് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുക. 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ 2-ാം പാലും ഇതാ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിച്ചൊഴിക്കാം. ഇത് നന്നായിട്ട് ഇതാ കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കുക. ഇതിനി ആവശ്യമില്ല, ഇത് നമുക്ക് കളയാം. ഇനി ഇത് ഒന്നുകൂടി ഒരു ചെറിയ അരിപ്പയിലൂടെ അരിച്ചൊഴിക്കണം. ഈ തേങ്ങയുടെ കൊത്തൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്നും കൂടി നമുക്ക് അരിച്ചൊഴിക്കാം. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഈ തേങ്ങയുടെ കൊത്തൊക്കെ അതിലുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ 2 പ്രാവശ്യം അരിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെറിയ ചായയൊക്കെ അരിക്കുന്ന അരിപ്പുണ്ടല്ലോ, അതിലാണ് അരിച്ചെടുക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് വീണ്ടും അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ആദ്യമേ ഇത്തിരി വലിയ അരിപ്പിലാണ് അരിച്ചത്. അപ്പോൾ അതുകൊണ്ട് 2 പ്രാവശ്യം ഞാൻ അരിച്ചെടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇത് കളയാം. അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഏലക്ക ഒന്ന് പൊടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിലോട്ട് 3 ഏലക്കയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുള്ള കുരുവാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/4 സ്പൂൺ ചെറിയ ജീരകം നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുക്കുമ്പോഴത്തേക്ക് ആ കിണ്ണത്തപ്പത്തിന് ആ ഏലക്കര ഒക്കെ നല്ലൊരു മണം കിട്ടും. നമ്മൾ ആ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ ആ ശർക്കരയുടെ ഒരു കുത്തലൊക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടുന്നതിന് വേണ്ടി, നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടിയാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. കിണ്ണത്തപ്പം ഉണ്ടാക്കി തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുക്കുക. നിങ്ങൾ ഏത് പാത്രം വേണമെങ്കിലും എടുത്തോളൂ. അതിലോട്ട് നെയ്യൊന്ന് തടവി കൊടുക്കാം. അപ്പോൾ ഇതിൽ അണ്ടിപ്പരിപ്പോ കിസ്മിസോ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അലങ്കരിക്കണം എന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ നെയ്യ് തടവിയിട്ടുണ്ട്. അപ്പോൾ അതാ അണ്ടിപ്പരിപ്പ് വെച്ച് ഞാൻ ഡെക്കറേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് കിണ്ണത്തപ്പം ഉണ്ടാക്കി തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഏത് പാത്രമാണോ കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നത് അതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ നിങ്ങളെ അളന്ന് കാണിക്കാം. നേരത്തെ എടുത്ത് വെച്ച പാലാണ്,
അപ്പോൾ ഇത് 1 കപ്പ് 250 ml കപ്പിന് 1 കപ്പ്. അപ്പോൾ നിങ്ങൾ ഏതാണോ അളവ് ഗ്ലാസ് ആയിട്ട് എടുക്കുന്നത് ആ ഗ്ലാസ് തന്നെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. രണ്ടാമത്തെ കപ്പ് കണ്ടോ. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ട് 1.5 കപ്പ് തേങ്ങയിൽ 2 കപ്പ് വെള്ളം, അതുപോലെ ആ 2 കപ്പ് വെള്ളത്തിൻ്റെ അളവ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ ഉരുക്കി മാറ്റി വെച്ച ശർക്കരയാണ്. അത് 1/2 കപ്പാണ് ഞാൻ അളക്കാൻ പോകുന്നത്. കണ്ടല്ലോ, കറക്റ്റ് 1/2 കപ്പ് കിട്ടിയിട്ടുണ്ട് കണ്ടോ. 3/4 കപ്പ് ശർക്കര എടുക്കുക, 1/4 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് മെൽറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 1/2 കപ്പ് കിട്ടും. അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലോട്ട് കോൺഫ്ലോർ ആണ് 1/2 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി അടുത്തത് നമ്മൾ മിക്സിയിൽ പൊടിച്ച് മാറ്റി വെച്ച ഏലക്കയുടെയും പഞ്ചസാരയുടെയും മിക്സ്. ഏലക്കാപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിലോട്ട് പിന്നീട് ചേർക്കാനുള്ളത് ചെറിയ ജീരകം, അതും ഒരു 1/4 സ്പൂൺ ചേർത്ത് കൊടുക്കുക. പൊടിച്ചതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുമ്പോഴത്തേക്ക് ആ പ്രത്യേക ഒരു മണം കിട്ടും. ഇനി ഇതിലോട്ട് 2 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇതാ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഏലക്കയുടെയോ ചെറിയ ജീരകത്തിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അരിച്ച് ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ഓണാക്കി കൊടുത്ത് ഇത് കുറുക്കിയെടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിം ഓണാക്കി കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. കൈവിട്ടാൽ ഇത് അടുക്കി പിടിക്കും. കോൺഫ്ലോർ ചേർത്തത് കാരണം പെട്ടെന്ന് ഇത് സെറ്റായി കിട്ടും. അതുകൊണ്ടാണ് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം എന്ന് പറയുന്നത്. ഒരുപാട് നേരമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുത്തതിന് ശേഷം കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ വെജിറ്റേറിയൻസിന് പറ്റിയ ഒരു കിണ്ണത്തപ്പമാണ് ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ടേസ്റ്റും അതുപോലെ നല്ല ടേസ്റ്റാണ്. ഈ ഓണത്തിന് നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കണം. സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നാൽ മാത്രമേ ഞാൻ ചെയ്തതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിണ്ണത്തപ്പം കിട്ടുകയുള്ളൂ. ഞാനിവിടെ വീട്ടിൽ ചെയ്ത് കാണിച്ചിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ഒന്ന് ഷെയർ ചെയ്ത് കാണിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. ഒന്ന് ശർക്കര ഒന്ന് ഉരുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. നമ്മൾ പഞ്ചസാര ആണെങ്കിൽ പെട്ടെന്ന് അങ്ങ് പടപടേന്ന് അങ്ങ് ചെയ്യുമല്ലോ. ഇതൊന്ന് ശർക്കര മെൽറ്റ് ചെയ്യുന്ന താമസമേ ഉള്ളൂ. ഫ്ലെയിം നിങ്ങൾ തീരെ ലോയിൽ അങ്ങ് വെച്ച് കൊടുക്കാൻ പാടില്ല. അപ്പം സമയം കൂടുതൽ എടുക്കും. അപ്പോഴത്തേക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിം ഉണ്ടല്ലോ, അതിൽ വെച്ച് കൊടുത്ത് വേണം ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ അതാ കുറുകി വരാറായി കണ്ടോ, കുറുകി വരാറായി. അപ്പോൾ അതാ കണ്ടല്ലോ, ഇതാ കുറുകി വരുന്നുണ്ട്. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് ആവാറായി. വലിയ താമസമൊന്നുമില്ല കണ്ടോ. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മിക്സിയിലിട്ടാണല്ലോ ഈ ഏലക്ക പൊടിച്ചെടുത്ത അപ്പോഴുള്ള ആ ഫ്ലേവർ, ജീരകത്തിൻ്റെയും ഒക്കെ മണം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചാൽ അത്ര മണം അങ്ങ് പോയി കിട്ടും. അപ്പോൾ ഇതുപോലെ ഫ്രഷ് ആയിട്ട് നമ്മൾ പൊടിച്ചിടുകയാണെങ്കിൽ നല്ല മണം കിട്ടും. അത് ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അത് കുറുകി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിന് നമ്മൾ എന്താ ചെയ്യുക, 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തു. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈവിടാതെ ഇളക്കി കൊടുക്കാം. ആ നെയ്യിൻ്റെയും ആ ഏലക്കയുടെയും ആ ജീരകത്തിൻ്റെയും നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ആവാറാവുമ്പോൾ മാത്രം നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ കണ്ടല്ലോ, കുമിളകൾ വരുന്നത് കണ്ടല്ലോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇതുപോലെ കുമിളകൾ വരുമ്പോഴത്തേക്ക് വേണം ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലോട്ട് സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് മെല്ലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ പാത്രത്തിലോട്ട് മെല്ലെ ഒഴിച്ചു കൊടുക്കുക. അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് മെല്ലെ ഒഴിച്ചു കൊടുക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 1 സ്പൂണിൻ്റെ ബാക്കിൽ ഇതുപോലെ നെയ്യ് ഒന്ന് തടവിന് ശേഷം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നല്ലോണം തണുക്കണം. ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ തണുത്ത് കിട്ടും. എന്നിട്ട് മാത്രമേ ഇത് സെറ്റ് ആയി വരത്തുള്ളൂ. എന്നിട്ട് നമുക്ക് ഇത് മുറിച്ചെടുക്കാം. തണുത്തതിന് ശേഷം നമുക്ക് മുറിച്ചെടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി സൈഡൊന്ന് വിടിയിച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ സൈഡൊന്ന് വിടിയിച്ച് കൊടുത്തിട്ട് നിങ്ങൾ മറിച്ചിടാവൂ. ഇനി ഇതാ ഒരു പ്ലേറ്റ് വെച്ചതിന് ശേഷം നമുക്ക് കമഴ്ത്തി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഒരു പീസ് കട്ട് ചെയ്യാണ് ഞാൻ. അപ്പോൾ അതാ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ശർക്കര വെച്ചിട്ടുള്ള കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടല്ലോ, എത്രമാത്രം ജെല്ല് പോലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ട് അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ട ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു പ്രശ്നമില്ല, നല്ല സോഫ്റ്റാണ്. ഇത് എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് ഞാൻ മുറിച്ച് കാണിച്ചു തരാം. ഞാൻ അതാ മുറിച്ച് കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ അതാ കണ്ടോ, എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് കണ്ടല്ലോ. കണ്ടല്ലോ,
നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം.